ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ എൻ്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. അതേപോലെ തന്നെ ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് അവധിയൊക്കെ വരികയല്ലേ. അവിടെ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഇപ്രാവശ്യം ഒരു ട്രിപ്പ് പോവാം. അത് പാരൻസ് ആയിട്ടൊന്നുമല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു 4 പേരുടെ കൂടെ, ഞാനും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു 4 പേരുടെ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ പാക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ട്രിപ്പ് പോയി കഴിയുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളും ഞാൻ ഷോർട്സ് ആയിട്ടും വീഡിയോസൊക്കെ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യും. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ ട്രിപ്പിന് പോകുകയാണെങ്കിൽ എന്തൊക്കെ കൊണ്ടുപോകണം, അതേപോലെ തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ നിലത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഈ ബാഗിൽ വെക്കാനുള്ളതാണ്. ഇത് വാക്കർ പ്രോ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഒരു ഹൈ റേഞ്ച് ആയിട്ടുള്ളൊരു ബാഗാണ്. 85 ലിറ്റർ ആണെന്ന് തോന്നുന്നു. മെറ്റൽ ഫ്രെയിമിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നൊരു ബാഗാണ്. അതേപോലെ തന്നെ നമുക്ക് സ്വെറ്റേഴ്സും ഹുഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ ജാക്കറ്റൊക്കെ ഞാൻ അവിടെ പോയി റെൻറ്റിന് എടുക്കുകയായിരിക്കും മിക്കവാറും, അല്ലാതെ ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ വിൻ്റർ ബൂട്ട്സും കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല, അതൊക്കെ ഭയങ്കര റേറ്റാണ്. പോരാത്തന്നെ ഇത് വേറെ എങ്ങോട്ടും യൂസ് ചെയ്യാനും പറ്റില്ലല്ലോ, സോ വേസ്റ്റ് ആയി പോകും. 5000 രൂപയ്ക്കാണ് ഒരു വിൻ്റർ ബൂട്ടിൻ്റെ ഒക്കെ റേറ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയാൽ ചീപ്പ് റേറ്റിന് 200-300 രൂപയ്ക്കൊക്കെ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് വേഗം പാക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പോകുന്നതിനെ പറ്റി അമ്മയ്ക്ക് എന്താണ് ഒരു അഭിപ്രായം പറയും? നല്ല കാര്യമാണ്. പുറത്തുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ കാണുകയും അനുഭവങ്ങൾ ഒരുപാട് അറിയാനും ഒരുപാട് ആളുകളെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ കഴിയും. ഇത്രയും സപ്പോർട്ടീവായ പാരൻസ് ആണോ നിങ്ങൾക്ക്? ഈ സാധനങ്ങളൊക്കെയാണ് ഇനി ബാഗിലേക്ക് നിറയ്ക്കേണ്ടത്. ആ ബാഗ് എടുക്കാൻ പറ്റും. ഇതിന് റക്സാക്ക് ബാഗ് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1, 2, 3, പിന്നെ ഇതുമുണ്ട് അതുമുണ്ട്. ഒരു 4-5 ഹുഡി എടുത്തിട്ടുണ്ട്, കാരണം നല്ല തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോണത്. ഇത് ഡിക്കാത്തലോണിൽ നിന്ന് വാങ്ങിയ ഒരു കാർഗോസാണ്. കാർഗോസ് അല്ല, ഒരു ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ടൈപ്പ്, നോർമൽ വെയറിനും പറ്റിയൊരു പാൻറ്റ്. ഈ ഒരു കവറിലാണ് വിൻ്ററിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും. ഇത് ഗ്ലൗ ആണ്. ഇതൊക്കെ വാങ്ങിയത് ഡെക്കാത്തലോണിൽ നിന്നാണ് കേട്ടോ. പിന്നെ ഇത് തലയിൽ വെക്കുന്ന ക്യാപ്പല്ല, ബീനി. ഇത് ബീനി. പിന്നെ ഇത് കഴുത്തിൽ ഇങ്ങനെ ഇടുന്ന നെക്കിനുള്ളത്. പിന്നെ ഇത് ഓവറോൾ തലയിൽ ഇങ്ങനെ ഇടുമ്പോൾ ഫുള്ളായിട്ട് തലയിൽ കിട്ടുന്ന സാധനം. ഇതിനെന്താ പറയുക? ഇത് മാഫിയ. ട്രെയിനിലൊന്നും ഇന്നർ മാറ്റൂല. ഏത് സ്ഥലത്താണെങ്കിലും സച്ചു ബാത്റൂമും ഉണ്ടാവൂലോ. പിന്നെ ഇത് വിൻ്റർ സോക്സ്. വിൻ്ററിൽ ഇടാൻ പറ്റിയ ടൈപ്പ്, വൂളൊന്നും അല്ല, കുറച്ച് കട്ടിയുള്ള ടൈപ്പ് സോക്സ്. ഇത് ഉള്ളിലിടുന്ന ലൈനർ എന്ന് പറയും. ഈ ഗ്ലൗസ് ഇടുന്നതിൻ്റെ മുന്നേ ഈ ലൈനർ ഇടുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതിനൊരു ഫിറ്റ് കിട്ടുള്ളൂ, ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. പിന്നെ നീ അവിടെ വരുമ്പോഴേ സോക്സ് പഠിച്ചോളൂ. അവിടെ ഈ സാധനങ്ങളൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര വിലക്കുറവിൽ കിട്ടുന്നുണ്ടോ, വൂളൻ സോക്സും സ്വെറ്റേഴ്സും എല്ലാതും. അപ്പോൾ നമ്മൾ മാക്സിമം ഇവിടുന്ന് ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കൊണ്ടുപോവുക. ഇതും ഡിക്കാത്തലോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിനെന്താ പറയുക? തെർമൽസ് എന്നാണ് പറയുക, ഇന്നർ തെർമൽസ്. ഇത് പാൻറ്റും ഉണ്ട്, അതിൻ്റെ ടീഷർട്ടും ഉണ്ട്, തെർമൽസ്. ശരിക്കും നമ്മളിങ്ങനെ 3 ലെയേഴ്സായിട്ട് ഇടണമെന്നാണ് പറയുക. തെർമൽ, അതിൻ്റെ മുകളിൽ ഒരു ടീഷർട്ട്, അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ജാക്കറ്റ് ഇടാൻ. പിന്നെ കുറച്ച് സോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോർമൽ യൂസിനുള്ളതാണ്. ഇതെന്താ, നമ്മൾ കുറേ സാധനം 2 വാങ്ങിയോ? ഇല്ല, ഇത് അതിൻ്റെ ഒരെണ്ണം ബാക്കിയാണ്. പാക്ക് ചെയ്ത് വന്നപ്പോൾ ഇത്ര അധികം ഉണ്ട്. ഇത്രയൊന്നും കൊണ്ടുപോകാൻ പറ്റൂല, ഇത്രയും വേണ്ട. കുറച്ചെണ്ണം എടുത്ത് മാറ്റണം. ഇതിലിപ്പോൾ ഇത് റൈഡിങ് സ്യൂട്ട്സാണ്. നമ്മൾ ബൈക്ക് അവിടുന്ന് റെൻറ്റിന് എടുക്കുമ്പോൾ അത് ഓടിക്കാനുള്ളൊരു സ്യൂട്ടാണിത്. അതിൽ പാഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അതെന്തായാലും കൊണ്ടുപോകണം. ഈ ഹുഡി ഇത് എന്തായാലും കൊണ്ടുപോകണം. ഇതിലുള്ള കുറച്ചെണ്ണമൊക്കെ കൊണ്ടുപോകാം, ബാക്കിയുള്ള നമുക്ക് മാറ്റി വെക്കാം. എല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റില്ല. ഷൂസ് പിന്നെ ഞാൻ ഈ 2 കൊണ്ടുപോകുന്നത്. ഇതിന് കഴുകണം, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകണം. ഈ വീഡിയോ എടുക്കുന്നത് ഇന്നിപ്പോൾ എത്രാം തീയതി? 15-ാം തീയതി.
ഈ വീഡിയോ എടുക്കുന്നത് 15-ാം തീയതിയാണ്, ഞാൻ പോകുന്നത് 17-ാം തീയതിയാണ്. പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പ് ഷൂസുകളാണ്, ഉള്ളിൽ കഴുകാതിരുന്നാൽ മതി. പിന്നെ സെക്കൻഡറി ബാഗായിട്ട് ഈ ഒരു ബാഗ് മാത്രമേ കൊണ്ടുപോകണുള്ളൂ, അല്ലാതെ വേറെ ബാഗൊന്നും എടുക്കുന്നില്ല. ഇത് മെയിനായിട്ട് നമ്മുടെ വാലറ്റും പ്രൂഫുകളും പിന്നെ ഐപാഡും വെക്കാനാണ്, ലാപ്പ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇതിലാണ് ബ്രഷ്, പേസ്റ്റ്, പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീന് കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അവിടെ നല്ല തണുപ്പായതുകൊണ്ട് സ്കിൻ ഭയങ്കര ഡ്രൈ ആയി പോകും. പിന്നെ നല്ലൊരു സൺഗ്ലാസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിഷനൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും, കാരണം അവിടെ സ്നോയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ഒരു ബുക്കിൽ നോക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ പാക്ക് ചെയ്തു, എന്തൊക്കെ ഇനി എടുക്കാനുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ പാക്കിങ് തുടങ്ങി. സോ ഈ ഒരു ട്രിപ്പിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, സീ യു നെക്സ്റ്റ് ടൈം, ബൈ ബൈ.